ഞാൻ. മനസ്സിലെന്നെ കരുതിടുന്ന കരുണയെ ഞാൻ ഓർത്തിടുന്നു. ഇരുളുമൂടും വഴികളിൽ ഞാൻ ഇടയനില്ലതലഞ്ഞ നാളിൽ പേര് ചൊല്ലി തേടി വന്നു മാറിലെന്നെ ചേർത്ത സ്നേഹം. ദൈവമേ, ഞാൻ അങ്ങേ മുൻപിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങനെക്കായി കരുതി വച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം, മിണ്ടാതിരുന്നത് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗാഡ്. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്ന് നൽകിയ ഈ പുതിയ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ തിരുവചനം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഇടയങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗാഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. സങ്കീർത്തനങ്ങൾ 46 അധ്യായം 10 തിരുവചനം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതൻ ആകും, ഞാൻ ഭൂമിയിൽ ഉന്നതൻ ആകും. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗാഡ്. ഐ വിൽ ബി എക്സോൾട്ടഡ് എമംഗ് ദ നേഷൻസ്. ഐ വിൽ ബി എക്സോൾട്ടഡ് ഇൻ ദി എർത്ത്. ദൈവം പറയുന്നു, നിന്റെ മൗനതയിൽ ഞാൻ ഉന്നതനാകും. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നാം നിശബ്ദരായിരിക്കണം. നമ്മൾ നിശബ്ദരാകാത്തത് കൊണ്ടല്ലേ ദൈവം പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാൻ കഴിയാത്തത്. ഇന്ന് ആത്മസംയമനം പാലിക്കാത്തതാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പോഴും പള്ളിയുടെ അകത്ത് കിടന്ന് അടിക്കുന്നവരുണ്ട്, അടിവെക്കുന്നവരുണ്ട്. അതേ പള്ളിയിൽ തന്നെയാണ് കൂടി വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രവണത ജാതികളുടെ ദേവാലയങ്ങളിൽ നടക്കില്ല. അവരൊരിക്കലും അപ്രകാരമുള്ള ഒരു പൈശാചിക പ്രവൃത്തി അവരുടെ കൂടി വരുന്ന ആരാധനാലയത്തിൽ അവർ ചെയ്യത്തില്ല. പുറത്തു ഒരു വിഷയം ഉണ്ടായിരിക്കാം. ഇത് പുറത്തും അകത്തും ഒരേപോലെയുള്ള അടിയ. കർത്താവിൻ്റെ നാൾ അടുക്കുംതോറും ദൈവത്തെയും പിശാചിനെയും പേടിയില്ലാത്ത ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും വളർന്നു വരുന്നത്. ആത്മസംയമനമില്ലാത്തത് കൊണ്ടാണ് ഓരോ നിമിഷവും പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത്. ഇസ്രായേൽ മക്കൾക്ക് പലപ്പോഴും മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ അവർ പതറിപ്പോയി. അരുതാത്തതെല്ലാം വായ് കൊണ്ട് സംസാരിച്ചു. മുൻപിൽ ചെങ്കടലും പിന്നിൽ ഫറവോൻ സൈന്യവും ഇടത്തും വലത്തും വലിയ പർവ്വത നിരകളും കണ്ടപ്പോൾ അവർ പകച്ചുപോയി. അവരുടെ വിശ്വാസം ക്ഷയിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞു. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 11 വാക്യത്തിൽ അവർ വിളിച്ചു പറഞ്ഞ ശബ്ദം നമുക്ക് കേൾക്കാം. മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? സ്തോത്രം. കൺമുൻപിൽ അനുഗ്രഹങ്ങളെ കണ്ടു വളർന്ന മക്കളാണ് ഈ പരാതി പറയുന്നത്. സ്തോത്രം. ഈ പെന്തക്കോസ് അനുഭവത്തിൽ വന്നിട്ട് പലപ്പോഴും അനുദിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ ചിലപ്പോൾ സാമൂഹിക വിഷയമായിരിക്കാം. മരിച്ചാൽ എവിടെ കൊണ്ട് അടക്കും, മക്കളെ എവിടെ കൊണ്ട് കെട്ടിക്കും എന്നുള്ള ഒരു വിഷയമൊക്കെ വരുമ്പോൾ ഈ ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ തന്നെയുള്ള ചില സംസാരങ്ങൾ കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് വരുമ്പോൾ പോകുന്ന വഴി, തിരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയോ എന്നുള്ളൊരു ചിന്ത കടന്നു വരാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കുടുംബക്കാരൊന്നും അല്ല തിരഞ്ഞെടുത്തത്, വിളിച്ചു വേർതിരിച്ചതെന്ന് ഓർത്തോളണം. മക്കളെവിടെ കെട്ടിക്കണമെന്നും മരിച്ചാൽ എവിടെ അടക്കണമെന്നൊക്കെ കർത്താവിനറിയാം. മാന്യമായ കർത്താവ് അത് ചെയ്തിരിക്കും. സ്തോത്രം. പല പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചതാണ്. ആരെ? ഇസ്രായേൽ ജനത്തെ.
ഇസ്രായേൽ ജനത്തെ പോലെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം അഭിമുഖീകരിച്ചിട്ടുള്ള വേറൊരു സമൂഹമില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ അനേകം അത്ഭുതങ്ങൾ സ്വന്തം കണ്ണാൽ ദർശിച്ചവരാണ് അവരിട്ടിരുന്ന ചെരുപ്പ് തേഞ്ഞു പോകാതെ, വസ്ത്രം പഴകിപ്പോകാതെയും ദൈവം വഴി നടത്തിയതാണ്. മരുഭൂമി യാത്രയിൽ ബാറ്റ കമ്പനി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വലിയ വസ്ത്രം ഉണ്ടാക്കുന്ന കമ്പനി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നതാണ്. അങ്ങനെ വചനത്തിലുണ്ടായിരുന്നെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഗുസ്തിക്ക് വരരുത്. ഒരു ഉദാഹരണത്തിന് അങ്ങനെ പറഞ്ഞതാണ്. സ്തോത്രം. തൻ്റെ മക്കൾക്ക് എന്താണോ ആവശ്യം അത് മരുഭൂമിയിൽ ഒരുക്കിയ ദൈവമാണ്. എല്ലാം അവർ മറന്നുപോയി. ഇട്ടിരുന്ന ചെരുപ്പ് തേഞ്ഞ് മാറിയില്ല, വസ്ത്രം കീറിപ്പോയില്ല, പഴകിപ്പോയില്ല. വലിയ അത്ഭുതങ്ങൾ കണ്ടുവന്ന ജനമാണ്. അവരെല്ലാം മറന്നുപോയി. അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതുകൊണ്ട് മോശ അവരോട് പറഞ്ഞു. നമുക്ക് വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 13-14 വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. കർത്താവ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങളെന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. കർത്താവായ യേശു നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ ഒന്ന് വായടച്ച് മിണ്ടാതിരി. എൻ്റെ പൊന്നു സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിലെ ഇത്രയും പ്രശ്നങ്ങൾ കയറി ഇറങ്ങുന്നതിൻ്റെ വിഷയം എന്താണെന്നറിയാമോ? നീ ഒന്ന് അടങ്ങിയിരിക്കാത്തതുകൊണ്ടാണ്. സ്തോത്രം. ചില വ്യക്തികൾക്ക് പിശാചിനേക്കാൾ സ്റ്റാൻഡേർഡ് കുറവാണ്. അവൻ അലറുന്ന സിംഹത്തെ പോലെ നിൽക്കുകയാണ്. ഇത് അലറിക്കൊണ്ട് ഇത് കുടുംബത്തിൽ എപ്പോഴും ഈ അലർച്ചയും കൂട്ടായ്മയിലും അലർച്ചയാണ്. എങ്ങനെ ദൈവം സംസാരിക്കുന്ന കേൾക്കാൻ പറ്റും? ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗാഡ്. ഇത്തരത്തിലുള്ള ഒരു ജനതയാണ് മോശ നയിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ എന്ന് ചോദിക്കാതെ മിണ്ടാതിരിപ്പിൻ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ സഹോദര സഹോദരി, എവിടെയോ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. നീതിമാൻ അനർത്ഥങ്ങൾ അനവധി എന്നാ പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ പാവം ചെയ്ത് തലകിഴക്കാൻ പാട് നിന്നത് കൊണ്ടൊന്നുമല്ലേ. ഇനി അപ്രകാരം ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് മാറ്റണം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ എന്ന് ചോദിക്കാതെ മിണ്ടാതിരിപ്പിൻ. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷയ്ക്കായി കാത്തിരിപ്പിൻ. ജീവിതത്തിലെ ഒറ്റപ്പെടുത്തലുകളിൽ, അവഗണനകളിൽ, ദുഃഖങ്ങളിൽ, ഭാരങ്ങളിൽ, രോഗങ്ങളിൽ ആരെയും പഴിചാരാതെ മിണ്ടാതിരിപ്പിൻ. കാരണം ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാം ഇവിടെ വന്നില്ലേ? ഈ 2024 കാണാൻ കഴിഞ്ഞത് ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കൊണ്ടാണ്. അല്ല, നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല ഇവിടം വരെ എത്തിയത്. നിന്നതല്ല, നിർത്തിയതാണ്. ഒന്നും നേടിയതല്ല, എല്ലാം ദൈവം തന്നതാണ്. അഹങ്കരിക്കാനായിട്ടൊന്നുമില്ല. സ്വന്തമെന്ന് പറയാൻ വല്ലതും ഉണ്ടോ? വല്ലതും കൊണ്ടുവന്നിട്ട് വേണ്ട വല്ലതും ഉണ്ടെന്ന് പറയാൻ. പിന്നെ സ്വന്തമെന്ന് പറയാനായിട്ട് ഓർമ്മ വെച്ച നാൾ മുതൽ മൂക്കി പഞ്ഞി വെക്കുന്നവരെ ചെയ്തു കൂട്ടുന്ന പാപം, അത് മാത്രമേ സ്വന്തമുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ കർത്താവ് തന്ന. പിന്നെ എന്തിനാ ഇത്ര അഹങ്കാരം? കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇയ്യോബിന് വന്ന ദുരിതങ്ങളും കഷ്ടങ്ങളും ആർക്കും വന്ന് ഭവിച്ചിട്ടില്ല. ധനവും സമ്പത്തും മക്കളും എല്ലാം നഷ്ടപ്പെട്ടിട്ടു, ഭാര്യ തള്ളി പറഞ്ഞിട്ടും ഭക്തിയിൽ ഇയ്യോബ് ഉറച്ചു നിന്നു. സ്വന്തം സ്നേഹിതർ മാറി മാറി കുറ്റം പറഞ്ഞപ്പോൾ ഇയ്യോബ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇയ്യോബിന്റെ പുസ്തകം 13:13, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ എന്ന്. കുറെ നേരം സ്നേഹിതരുടെ വാക്കുകൾ കേട്ട് നിന്ന്. പിന്നെ ഇയ്യോബിന് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം ഇറങ്ങി വന്നു. ദൈവമഹത്വം കണ്ടപ്പോൾ ഇയ്യോബ് വായി പൊത്തി ഇങ്ങനെ പറഞ്ഞു. ഇയ്യോബിന്റെ പുസ്തകം 40:4-7 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വാ പൊത്തിക്കൊള്ളുന്നു. ഒരു വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. 2 വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, നീ പുരുഷനെപ്പോലെ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, നീ എനിക്ക് ഗ്രഹിപ്പിച്ചു തരിക. ഇയ്യോബ് വായി പൊത്തി ദൈവസന്നിധിയിൽ മിണ്ടാതിരുന്നപ്പോൾ അവനെ പുരുഷനെപ്പോലെ അരമുറുക്കി ദൈവം നടത്തി. ദൈവം കൈപിടിച്ച് നടത്തുമ്പോഴാണ് നമുക്കൊരു പ്രത്യേക ശക്തി ഉണ്ടാകുന്നത്. ജീവിതത്തിൽ എന്ത് ദുരിതങ്ങളും രോഗങ്ങളും വരട്ടെ, നാം യേശുവിൻ്റെ ഉള്ളം കരങ്ങളിലാണെങ്കിൽ എന്തിന് ഭയപ്പെടണം? ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇനി രോഗം മൂലം മരണമാണ് വൈദ്യർ കൽപ്പിച്ചെങ്കിലും അപ്പോഴും ഭയപ്പെടേണ്ട. അപ്പോഴും ഇയ്യോബിനെ പോലെ പറയണം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ഏത് ഭാരത്തിലും വേദനയിലും നമ്മുടെ കണ്ണീരിനെ മറികടന്ന് പോകുവാൻ നമ്മുടെ കർത്താവിന് കഴിയുകയില്ല.
You call upon me and I will answer. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരം അരുളും. നാം കർത്താവിൻ്റെ ജീവിതത്തിൽ അത് കണ്ടിട്ടുള്ളതല്ലേ, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. തൻ്റെ മക്കളുടെ കണ്ണീര് കണ്ടില്ല എന്നും പറഞ്ഞ് കടന്നു പോകാത്തൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ കർത്താവിന് പ്രത്യേകിച്ച് കൈക്കൂലിയൊന്നും കൊടുക്കണ്ട. അങ്ങനെ കൈക്കൂലി കൊടുത്ത് പ്രസാദിപ്പിച്ച് അനുഗ്രഹം തരാനായിട്ട് നമ്മളുടെ സമൃദ്ധിക്ക് വേണ്ടി ജീവിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് മാത്രമാണ് ദൈവം. ആ ദൈവത്തിന് നമ്മുടെ കൈക്കൂലിയുടെ ആവശ്യമൊന്നുമില്ല. ഏത് ഭാരത്തിലും ഏത് വേദനയിലും നമ്മുടെ കണ്ണീരിനെ മറികടന്ന് പോകുവാൻ കർത്താവിന് കഴിയുകയില്ല. അത് വളരെ വ്യക്തമാണ്, ഇല്ലയോ? കർത്താവ് നമ്മെ തൻ്റെ മാറോട് ചേർത്ത് തേജസ്സിൻ്റെ കിരീടം ചൂടിക്കും. മിണ്ടാതിരുന്ന നമ്മുടെ ദൈവം ആരാണെന്ന് അറിയുവിൻ. നമ്മുടെ ആരാധനകൾ ശക്തിയുള്ളതായി മാറണമെങ്കിൽ നാം നാവിനെ മൗനതയിൽ സൂക്ഷിക്കണം. കോപം വരുമ്പോൾ വാക്കുകൾ നിയന്ത്രണാതീതമാകാതെ ഉരുവിട്ടാൽ ദൈവ തിരുമുൻപിൽ എങ്ങനെ നമുക്ക് ആരാധിക്കാൻ കഴിയും? നല്ലൊരു ശതമാനം ആൾക്കാരും ഇപ്രകാരമാണ് ആരാധനയ്ക്ക് വരുന്നത്. രമ്യതപ്പെട്ടതിന് ശേഷം വന്ന് ആരാധിക്കുക. ആരാധനയ്ക്ക് ഒരു അർത്ഥം ഉണ്ടാകും. ആരാധനയിൽ വിടുതൽ പ്രാപിക്കും. ഉള്ളിൽ വൈരാഗ്യവും വെറുപ്പും വിദ്വേഷമൊക്കെ വെച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരുത്തിയിട്ട് വന്ന് ആരാധിക്കരുത്. പാവിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. യെരിഹോ മതിൽ തകർക്കുന്നതിന് മുമ്പ് യോശുവ ഇസ്രായേൽ ജനത്തോട് 6 ദിവസം ആർപ്പിടാതെ പട്ടണം ചുറ്റുവാൻ പറഞ്ഞു. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം ഊതുമ്പോൾ ജനം ആർപ്പിടുവിൻ എന്ന് പറഞ്ഞു. അവരുടെ കഷ്ടതകളിൽ മൗനമായിരുന്ന് അവർ അധരങ്ങളെ ശുദ്ധീകരിച്ച് 7-ാം ദിവസം ആർപ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. എന്താ സംഭവിച്ചത്? മതിൽ വീഴുകയും ചെയ്തു. വൻമതിൽ പോലുള്ള പ്രശ്നങ്ങളിൽ പതറാതെ മൗനമായിരിപ്പിൻ. വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും കുത്തുവാക്കുകൾക്കും മറുപടി പറയാതെ ആത്മസംയമനം പാലിച്ച് ദൈവസന്നിധിയിൽ മൗനമായിരിപ്പിൻ. ദൈവത്തെ ആരാധിപ്പിൻ. ഏത് വൻമതിലും തകർന്നു വീഴും. വിശ്വാസം എത്ര വലുതാണോ മൗനവും ആഴമുള്ളതായിരിക്കും. ഏത് പരീക്ഷണഘട്ടത്തിലും ദൈവസന്നിധിയിൽ വന്ന് മൗനമായിരിക്കാം. നമ്മുടെ മൗനം ദൈവത്തിനറിയാം. നമ്മുടെ വേദനയുടെയും കണ്ണീരിൻ്റെയും ആഴവും അവനറിയാം. അവൻ നമ്മുടെ കണ്ണീരിനെ തൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. അതിനാൽ പതറാതെ ഏത് പ്രതിസന്ധിയിലും മൗനമായിരുന്ന നമ്മുടെ ദൈവം ആരാണെന്ന് അറിയുവിൻ. അവൻ്റെ ദൈവിക മഹത്വം അനുദിനം രുചിച്ചറിയുവിൻ. അവൻ അവിടുന്ന് ഓരോരുത്തരോടും പറയുന്നു, ഭയപ്പെടേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗാഡ്. മൗനമായിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചത് കൊണ്ട് പ്രഭാതത്തിൽ തിരുമുഖം കണ്ടുണരുവാൻ ഞങ്ങൾക്ക് ഇടയായതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പ്രാകാരങ്ങളിൽ വീണ്ടും കടന്നു വരുവാൻ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു അനുഗ്രഹമായി, ഞങ്ങളിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെല്ലാവരെയും കുടുംബമായി സഭയായി തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ തലമുറകളെ ബന്ധുമിത്രാദികളെ ഈ പ്രഭാതത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരയിലൂടെയും സമുദ്രത്തിലൂടെയും ആകാശത്തിലൂടെയും യാത്ര ചെയ്യുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ ഹിതപ്രകാരമുള്ള ഒരു ഗവൺമെൻറ്റിനെ അവിടുന്ന് ഞങ്ങൾക്കായി രൂപാന്തരപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ മാതൃരാജ്യം ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. സ്തോത്രം. എല്ലാ സ്റ്റേറ്റുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ഇലക്ഷനിൽ അതുപോലെ അതിൻ്റെ റിസൾട്ടൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മാനിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പുതുവർഷത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമായി അവർ അനർത്ഥങ്ങളും അസ്വസ്ഥതകളും വിടുവിക്കപ്പെട്ട് ഒരു ദുഷ്ടശക്തി ഞങ്ങളുടെ തലമുറകളെ തട്ടിക്കൊണ്ടുപോകാതെ ദുഷ്ടൻ്റെ കൂരമ്പുകളേക്കാതെ പരിശുദ്ധ രക്തം കവർ ചെയ്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. പഠിക്കുന്നത് നന്നായി ഗ്രഹിക്കുവാനും അവരുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതെ സകല ഭാരവും നിൻ്റെ മേലിട്ടുകൊണ്ട് അവിടുന്ന് ഈ തലമുറകൾ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകൾ അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ മക്കളെ സഹായിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നരക്കുകളും ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അവരനുഭവിക്കട്ടെ.
ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം, ഞങ്ങളുടെ വയലുകൾക്കായി സ്തോത്രം, ഓഫീസുകൾക്കായി സ്തോത്രം, ഞങ്ങളുടെ ബിസിനസ്സുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ ഇന്നതെന്ന് അറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പാ, ഇത്രത്തോളം ഞങ്ങളെ മാനിച്ച് കരുതി കത്ത് പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രവൃത്തികളെയെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമേ, നിൻ വീട്ടിലെത്താൻ ആത്മദാഹമേറിടുന്നു. തിരുമുഖത്തിൻ ശോഭ കാണാൻ ആത്മനയനം കാത്തിരിപ്പു. ഒരു നിമിഷം പോലും അങ്ങേ പിരിയുവാൻ കഴിയുകില്ല. ദൈവസ്നേഹം രുചിച്ചറിഞ്ഞു ധന്യമായി എൻ്റെ ജന്മം. ദൈവമേ, ഞാൻ അങ്ങേ മുൻപിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങനെക്കായി കരുതി വച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. അനുദിനം നിൻ കൈകളെന്നെ തഴുകിടും. സ്നേഹമോർത്താൽ മനം നിറയും. സ്തുതി സ്തോത്രം പാടിയെന്നും വാഴ്ത്തിടും.